രാമായണ പാരായണാണ്. അതിൽ ഇതെന്ന് വെച്ചാൽ നാരദ രാഘവ സംവാദം. അതാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒന്ന് ഞാൻ വായിക്കാൻ തുടങ്ങാം. എങ്കിലും ഒരു ദിനം ദശാരഥി രാമൻ പങ്കജലോചനൻ ഭക്തപാരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്നിതൻ കേശവൻ അങ്കജലീല അന്താപുരത്തിങ്കൽ അംഗജലീല അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടേ വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായതികോമളൻ ബാലനിശാകര ദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനനായ സമം ലീലയാ താമ്പൂല ചർവണാദൈരനും വേലം അരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധ ശരശ്ചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക യശശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ വാദ്യാസന ചമനീയാർഗ്യ പൂർവകാമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്തിനാലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഘം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കൊണ്ടുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നു പുനരെന്നോട് അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്നനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധമങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിയ ഞാനെന്നും
ലോകേശ ചൊന്നതു സത്യമേ ദൃഢം, സത്യമത്രേ ദൃഢം. സർവജഗത്തിനും ഭൂതയായി സർവമാതാവായ മായാ ഭഗവതി, സർവജഗൽ പിതാവാകിയ നിന്നുടെ ഗൃഹിണിയാകുന്നതു നിർണയം. ഇരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും, നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്ന നാനാപ്രജകളും അർണോജ സംഭവനാദിതൃണാന്തമായ ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും, ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയാ യുക്തിയായിടിന വിഷ്ണു മഹാമായ. ശക്തിയല്ലോ തവ പത്നിയാകുന്നതും തത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ, സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാദികൾ അർത്ഥവസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ, ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി, ശീതകിരൺ നീ രോഹിണി ജാനകി. ആദിത്യേയാധിപൻ നീ ശചി ജാനകി, ജാതവേദസ്സു നീ സ്വാഹാ മഹീസുതാ. അർക്കജൻ നീ ദണ്ഡനിധിയും ജാനകി, രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷസൻ ഭവാൻ ഭാർഗവി ജാനകി, ശുക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീതാ, രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതേ, രാജീവലോചന രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുവം നീലദാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത്യവേദ്യേ, തൽസർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം. യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടിമറിഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും, പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നീ നിർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചബാണനിന്ദ്രിയജാല സംയുക്തമായോനല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും, അല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിയത്രയും എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവും രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധോ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം.
നാരായണ നാരായണ നരകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭയഭവ മൃത്യു ദുഃഖാദികൾ. തൊൽക്കഥ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽപാദവും ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്ത ഭൃത്യന്മാരിലേഖനെ എന്നെയും കരുതേണമേ. മായയാലെന്ന മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണേ. തന്നാഭി പങ്കജത്തിങ്കൽ നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപത നിന്നുടെ പൗത്രനായ